നിഷ്കളങ്ക മാർഗത്തിൽ നടക്കുന്നവൻ എന്നെ ശുശ്രൂഷിക്കും. പുതിയ നിയമ സഭയെ നോക്കുമ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ മുൻകാല ചരിത്രം നോക്കിയാൽ അവരിൽ ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി പോരായ്മകളുണ്ട്. പക്ഷേ കർത്താവ് അവരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായി. അവരുടെ സ്വഭാവങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഈ പറഞ്ഞ വചനം പോലെ അവരെല്ലാവരും നിഷ്കളങ്കതയോടെ കർത്താവിനെ ശുശ്രൂഷിച്ചവരാണ്. അതുകൊണ്ട് കർത്താവ് അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു, ദേശങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചു. അവരിലൂടെ അസാധാരണ പ്രവൃത്തികളൊക്കെ വെളിപ്പെട്ടു. ഞാനിന്ന് നിങ്ങളോട് കൈമാറുന്നത്, ദൈവം നോക്കുന്നത് നമ്മുടെ വിശ്വസ്തതയും കുറ്റമില്ലാത്ത സ്വഭാവവുമാണ് ദൈവം നോക്കുന്നത്. നിഷ്കളങ്കതയോടെ നടക്കുന്നവരെയാണ് ദൈവം നോക്കുന്നത്. അങ്ങനെയുള്ളവരോട് കൂടെ വസിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് കർത്താവ് ഈ കാലഘട്ടത്തിൽ ശക്തമായി ഉപയോഗിക്കുന്നത്. ആയതുകൊണ്ട് ഈ നാളുകളിൽ സ്ഥാനമാനങ്ങളുടെ പുറകെ ഓടാതെ, പദവികളുടെ പുറകെ ഓടാതെ, കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തതയോടെ നിഷ്കളങ്കതയോടെ നിന്നാട്ടെ. ദൈവം ശക്തമായി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആമേൻ.